अनमोल वचन अखिल भारतीय संत मत सत्संग के संस्थापक और गृहस्थ में आनंद योग के जनक परम संत महात्मा परम पूज्य श्री यशपाल जी महाराज अर्थात परम पूज्य भाई साहब जी द्वारा प्रतिपादित इन अनमोल वचनों का पालन करना अति आवश्यक है। ये वचन हमारी गृहस्थ आध्यात्मिक साधना के लिए मूलभूत सिद्धांत हैं, जो इस प्रकार हैं। हम दुनिया की हर चीज की कीमत आंकते हैं, अपने मानव जीवन की कीमत भी जाने व परमात्मा की प्राप्ति हेतु साधना करें। मनुष्य योनि एक उपहार है, इसीलिए परमात्मा को धन्यवाद देते हुए आधा घंटा प्रातःकाल, आधा घंटा सायंकाल पूजा अवश्य करें। सत्संग, सतनाम व सद्गुरु को प्राथमिकता देते हुए इसी के आधार पर ध्यान योगाभ्यास अवश्य करें व गृहस्थ के कार्यों को परमात्मा का कार्य समझकर उसी की याद में संपन्न करें। हर समय ये ध्यान रहे कि गुरु कृपा द्वारा परमात्मा की पवित्र सत्ता का हमारी आत्मा में वास है, अतः मन में निरंतर अपने इष्ट देव का जाप करें। मान सम्मान की इच्छा ना करें व अपमान से दुखी ना हो। परमात्मा के अतिरिक्त किसी और का भय ना करें। दूसरों की बुराई न करें, न सुने, सत्य व मधुर बोलें, अश्लील शब्द मुंह से ना निकालें, सभी से नम्रतापूर्ण व सुंदर व्यवहार करें। धर्म पत्नी के अतिरिक्त अपने से बड़ी से माता जैसा, बराबर की से बहन जैसा व छोटी से पुत्री जैसा व्यवहार करें। सांसारिक जीवन यापन की आवश्यकताएं अंतहीन है, इसलिए अधिक से अधिक समय सत्संग में व धन परोपकार में खर्च करें। याद रखें, न स्त्री माया है, न धन दौलत, न ही परिवार। माया वह है जो हृदय को परमात्मा से दूर हटा दे। अतः निरंतर सत्संग और सद्गुरु की शरण में रहने का प्रयास करें। भोजन अपने इष्ट को अर्पण कर प्रसाद रूप में परमात्मा की याद में करें। रात्रि में सोने से पहले अच्छे बुरे कार्यों का आत्मनिरीक्षण कर उसका समुचित पश्चाताप करते हुए ध्यान करें व प्रभु की गहरी याद में ही विश्राम करें। परमात्मा तू ही है, तेरी इच्छा पूर्ण हो। जय सद्गुरुदेव जय पद शरणम श्रेयस्वरूप चरणों शरणम जय सद्गुरुदेव। രൂപത്തിനോട് സ്നേഹം ഉണ്ടാകുന്നവർ സാകാര പൂജാരികളാണ്. രൂപത്തോട് സ്നേഹം ഉണ്ടാകാത്തവർ നിരാകാര പൂജാരികളാണ്. ഈ മഹാത്മാക്കൾ രണ്ടു കൂട്ടർക്കും വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. സാകാര പൂജാരിയുടെ ഏറ്റവും ആദ്യത്തെ കാര്യം ഒരു ഇഷ്ടദൈവത്തെ നിശ്ചയിക്കുകയാണ്. ഇതിന് ഒരു ഗുരുവിൻ്റെയും ആവശ്യമില്ല. നിങ്ങളുടെ ആത്മാവ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗുരു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഈശ്വരൻ്റെ വിഗ്രഹം ഏതാണെന്ന് നിങ്ങളുടെ ആത്മാവിനോട് ചോദിക്കുക. ഏതിലാണോ ഈശ്വരൻ്റെ ഏറ്റവും ഉയർന്ന ഭാവന നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നത് അതിനെ സ്വീകരിക്കുക. ആ രൂപത്തെ നിങ്ങളുടെ ഇഷ്ടരൂപമായി മാനിച്ച് അതിനെ പൂജിക്കൂ, അതിനെ ധ്യാനിക്കൂ, അതിനെ എപ്പോഴും സ്മരിക്കൂ. ഒരിക്കലും അതിനെ മാറ്റരുത്.
ചിലപ്പോൾ രാമനെ, ചിലപ്പോൾ കൃഷ്ണനെ, മറ്റു ചിലപ്പോൾ ദേവിയെ ഇങ്ങനെ മാറി മാറി പൂജിക്കരുത്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദൈവത്തെ മാറ്റിയാൽ വിശേഷമായ ലാഭം ഒന്നും ഉണ്ടാകില്ല. വാസ്തവത്തിൽ ചിത്തത്തിൻ്റെ ഏകാഗ്രത പ്രാപിക്കുകയാണ് പൂജയുടെ ലക്ഷ്യം. അതിലും ഉയരുകയാണെങ്കിൽ ഞാൻ പറയും, വിചാരശൂന്യമായ അവസ്ഥ പ്രാപിക്കുകയാണ് ലക്ഷ്യം. വിചാരശൂന്യത പ്രാപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് ഒരു ഇഷ്ടദേവൻ്റെ ഇഷ്ടരൂപം ഉണ്ടാകുമ്പോഴേ പറ്റുകയുള്ളൂ. ഇത് കാരണം ഇന്നേ വരെ എല്ലാ സാകാര ഉപാസകരും ഒരേ ഒരു ഇഷ്ടദേവനെ ആണ് ഉപാസിച്ചിരുന്നത്. തുളസീദാസൻ ഭഗവാൻ ശ്രീരാമൻ്റെ ഉപാസകനായിരുന്നു. എത്ര വലിയ ഉപാസകനായിരുന്നു എന്ന് കേട്ടോളൂ. ഒരിക്കൽ അദ്ദേഹം മധുരയിലെ ദ്വാരകാധീശ് അമ്പലത്തിൽ പോയി. ക്ഷേത്രത്തിൻ്റെ വാതിക്കൽ പോയപ്പോൾ എല്ലാവരും പ്രണാമം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ തുളസീദാസ്ജി അത് ചെയ്തില്ല. ആൾക്കാർ പിടിച്ച് നിർത്തി ചോദിച്ചു, നിങ്ങൾ ഭഗവാന്റെ ഭക്തരല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് പ്രണാമം ചെയ്യാത്തത്? തുളസീദാസ്ജി ഭഗവാനെ സ്തുതി പാടിയിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ വളരെ സുന്ദരമായ വർണ്ണനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഭഗവാന്റെ കയ്യിൽ അമ്പും വില്ലും ഉണ്ടാകുമ്പോഴേ തുളസി മസ്തകം കുനിക്കുകയുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഭഗവാന്റെ കയ്യിൽ അമ്പും വില്ലും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം തുളസീദാസ്ജി സാഷ്ടാംഗ പ്രണാമം ചെയ്തു. അത്രയ്ക്കധികം ഇഷ്ടദേവൻ്റെ ഉപാസകനായിരുന്നു അദ്ദേഹം. ഇതേപോലെ സൂർദാസ് ഭഗവാൻ കൃഷ്ണൻ്റെ ഉപാസകനായിരുന്നു. അദ്ദേഹം എന്തിലും എല്ലായിടത്തും ഭഗവാൻ കൃഷ്ണനെ മാത്രമേ കാണുമായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിരുന്നു. വാതിലും ഭിത്തിയിലും മതിലുകളിലും കണ്ണാടിയിലും എവിടെ നോക്കിയാലും ആത്മാവിൻ്റെ പ്രതിബിംബം മാത്രമേ കാണായിരുന്നു. പാറയും കല്ലും മണ്ണും കുടങ്ങളും എല്ലാം കണ്ണാടി പോലെയായി. ചരലിലും മണ്ണിലും അദ്ദേഹത്തിന് ഭഗവാൻ കൃഷ്ണനെ മാത്രമേ കാണാൻ പറ്റാറുള്ളൂ. ഇതുപോലെ എല്ലാ സാകാര ഭക്തന്മാരും തൻ്റെ ഇഷ്ടരൂപത്തെ ഉപാസിച്ചിരുന്നവരാണ്. ഇതുപോലെ സാകാര പൂജാരികൾ അവരവർക്ക് ആരാധിക്കാൻ ഒരു ഇഷ്ടരൂപത്തെ നിശ്ചയിക്കണം. ഇത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ആത്മാവ് സ്വീകരിക്കുന്ന രൂപത്തിൽ മാത്രമേ സത്യമായ ധ്യാനം ഉറയ്ക്കുകയുള്ളൂ. എന്നാലേ ചിത്തത്തിന് ഏകാഗ്രത കിട്ടുകയുള്ളൂ. എപ്പോഴും മാറ്റിക്കൊണ്ടിരുന്നാൽ, ധാരാളം വിഗ്രഹങ്ങളെ ധ്യാനിച്ചാൽ പൂജയുടെ ഉദ്ദേശം നടക്കുകയില്ല. പൂജ ചെയ്യാൻ വേണ്ടി പുല്ലിൻ്റെയോ കമ്പിളിയുടെയോ ഇരിപ്പിടം ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനു മുകളിൽ ഒരു വൃത്തിയായ ഒരു ഷീറ്റ് വിരിക്കണം. ചന്ദനത്തിരിയോ ധൂപമോ കത്തിച്ചു വയ്ക്കണം. രാത്രിയിൽ ഇട്ടിരുന്ന വസ്ത്രം മാറ്റണം. അത് കഴിഞ്ഞിട്ടേ ഇരിക്കാൻ പാടുള്ളൂ. കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല. കണ്ണും മുഖവും എല്ലാം കഴുകി ധ്യാനപീഠത്തിൽ സുഖാസനത്തിൽ ഇരിക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടരൂപത്തെ മുന്നിൽ കാണുക. നിങ്ങളുടെ ഇഷ്ടരൂപം സശരീരനായി നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് വിചാരിക്കുക. പിന്നെ ഭക്തിഭാവം നിറഞ്ഞ ഏതെങ്കിലും ഒരു കീർത്തനം, ഭജനം പാടണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മനസ്സ് ലോകസംബന്ധം ഉള്ള പലതരം വിചാരങ്ങളിൽ നിന്ന് മാറി ഈശ്വരനിൽ സ്ഥിരമാകും. ഇനി നിങ്ങൾ ധ്യാനിച്ചാൽ ധ്യാനം ഉറയ്ക്കും. ആദ്യം പുറത്തേക്ക് നോക്കണം, വെളിയിൽ കാണണം. പുറത്തിരിക്കുന്ന മൂർത്തിയിൽ ധ്യാനം ഉറപ്പിച്ചിട്ട് അതിനെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഹൃദയത്തിൽ സ്ഥാപിക്കുക. സ്നേഹത്തോടെ സ്ഥാപിക്കൂ. വേറെ ഒരു ചിന്തയും വിചാരവും നിലനിൽക്കാത്ത വിധം സ്നേഹത്തോടെ സ്ഥാപിക്കണം. നമ്മുടെ ആത്മാവ് നമ്മുടെ മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ആലോചിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മനസ്സ് വഴിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ സ്നേഹത്തോടെ ആത്മാവിനെ ആ പവിത്രമൂർത്തിയിലേക്ക് ലയിപ്പിക്കണം. പിന്നെ ഒരു വിചാരമോ ചിന്തയോ ഉണ്ടാവുകയില്ല. അത് കഴിഞ്ഞ് ചേതന അവസ്ഥയിലേക്ക് തിരിച്ചു വരുമ്പോൾ അതേ ധ്യാനത്തിലാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സുന്ദരമായ അനുഭൂതിയായിരിക്കും. അത് കാരണം നിങ്ങളുടെ ഹൃദയവും മസ്തിഷ്കവും ആനന്ദം കൊണ്ട് നിറയും. മസ്തിഷ്കത്തിലെ ഭാരമെല്ലാം കുറയും. ഇതാണ് മഹാത്മാക്കൾ പറഞ്ഞു തന്നിരിക്കുന്ന പൂജ ചെയ്യേണ്ട വിധി. ഇങ്ങനെ പൂജ ചെയ്താൽ സാകാര പൂജാരികൾക്ക് വിശേഷ ലാഭം കിട്ടും. ചിത്തം ഏകാഗ്രമാകും. സുഷുപ്തി അവസ്ഥ പ്രാപ്തമാകും.
മെല്ലെ മെല്ലെ നിങ്ങൾ സുഷുപ്തിയിൽ നിന്നും എളുപ്പമായ സമാധിയിലേക്ക് പ്രവേശിക്കും. ഇനി നിരാകാര ഭഗവാനെ ഉപാസന ചെയ്യുന്നവർ പരമാത്മാവിന് രൂപമുള്ളതായി മാനിക്കാത്ത വേറെ കുറേ സഹോദരന്മാരുണ്ട്. അവർ എന്ത് ചെയ്യണം? അവർ പരമാത്മാവിൻ്റെ പേരുകളിൽ നിന്ന് അവരുടെ ആത്മാവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പേര് തിരഞ്ഞെടുക്കണം. എല്ലാവരും ഭഗവാനെ ഏതെങ്കിലും ഒരു പേരിലൂടെ ആണല്ലോ ഓർക്കുന്നത്. ഹിന്ദു സഹോദരന്മാർ ഓം എന്നും, മുസ്ലിം സഹോദരന്മാർ അല്ലാഹു എന്നും, സിഖ് സഹോദരന്മാർ വാഹുഗുരു എന്നും, ക്രിസ്ത്യൻ സഹോദരന്മാർ ക്രിസ്തു അഥവാ ഗോഡ് എന്നും വിളിക്കുന്നു. അങ്ങനെ എല്ലാ സഹോദരന്മാരും പ്രഭുവിൻ്റെ പേര്, ചിലർ രാം, ചിലർ റഹീം എന്നൊക്കെ പേരുകൾ വിളിക്കുന്നുണ്ട്. ഇതിൽ നിന്നും നിങ്ങളുടെ ആത്മാവിന് ഏറ്റവും സ്നേഹമുള്ള പേര് തിരഞ്ഞെടുക്കൂ. പിന്നെ നേരത്തെ പറഞ്ഞ ആസനം തന്നെയാണ് ഒരുക്കേണ്ടത്. സുഖാസനത്തിൽ പീഠം ഇട്ട് ഇരിക്കൂ. എന്നിട്ട് ഹൃദയഭാഗത്തേക്ക് ദൃഷ്ടി കൊണ്ടുവരൂ. ആനന്ദമയമായ അവസ്ഥ ഉണ്ടാക്കും. അതിനുശേഷം നിങ്ങളുടെ ഹൃദയം തുടിക്കുമ്പോൾ ആ ഹൃദയമിടിപ്പിൽ നിന്നും ഓം ഓം അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ഏത് പേരാണോ അത് വരുന്ന മാതിരി സങ്കല്പിക്കും. ഹൃദയമാണ് ഓം ഓം എന്ന് പറയുന്നത്. ചുണ്ടുകളോ നാക്കോ കൊണ്ടല്ല പറയേണ്ടത്. ആദ്യം കുറച്ച് ക്ലേശമുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ജപിക്കാം ഓം 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 എന്ന്. പതുക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സ്പഷ്ടമായി ഓം ശബ്ദം വരുന്നതായി നിങ്ങൾക്ക് കേൾക്കുന്ന ഒരവസ്ഥയുണ്ടാവും. വേറെ ഒരു ചിന്തയും വിചാരവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അങ്ങനെ അതിൽ ലയിച്ച് വേറെ ബോധമൊന്നും ഉണ്ടാവില്ല. നിങ്ങളിൽ നിന്നും തന്നെ മറഞ്ഞ വിചാരശൂന്യമായ അവസ്ഥ വരും. അതിനുശേഷം നിങ്ങൾ ചേതനാവസ്ഥയിലേക്ക് തിരിച്ചു വരുമ്പോൾ അതേ പേരാണ് വീണ്ടും കേൾക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അത്യധികം ആനന്ദം അനുഭവിക്കും. നമ്മുടെ മസ്തിഷ്കം അനുപമമായ ആനന്ദം കൊണ്ട് നിറയും. അങ്ങനെ വലിയ ശാന്തി കിട്ടും. അപ്പോൾ ഈ മഹാത്മാക്കൾ പൂജയുടെ ഈ വിധിയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ പൂജ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിശേഷമായ ലാഭം കിട്ടും. ചിത്തത്തിൻ്റെ ഏകാഗ്രത നമുക്ക് പ്രാപ്തമാകും. പതുക്കെ നമ്മൾ സുഷുപ്തിയിൽ നിന്ന് സഹജ സമാധിയിലേക്ക് പ്രവേശിക്കും. മെല്ലെ മെല്ലെ നമുക്ക് ആത്മദർശനം കിട്ടും. പരമാത്മാവിൻ്റെ അനുഭവം ഉണ്ടായി തുടങ്ങും. പിന്നെ നമ്മളും പരമാത്മാവും ഒന്നാകും. എന്നിട്ട് ജ്യോതിയിലേക്ക് ലയിക്കും. ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു ചോദ്യമാണ്, അങ്ങ് പറയുന്ന മാർഗം ധ്യാനത്തിൻ്റെ മാർഗമാണ്, ഇത് ധ്യാനയോഗത്തിൻ്റെ മാർഗമാണ്. ധ്യാനത്തെ സംബന്ധിച്ചിടത്തോളം ഋഷി പതഞ്ജലി യോഗത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അതോറിറ്റിയാണല്ലോ. അദ്ദേഹം യോഗസൂത്രത്തിൽ പറയുന്നത്, ധ്യാനം ചെയ്യാൻ സാധകൻ 5 വിരൽ ഉയർച്ചയുള്ള പീഠത്തിൽ സിദ്ധാസനത്തിൽ ഇരുന്ന് നാസികയുടെ അഗ്രഭാഗത്തേക്ക് ശ്രദ്ധിക്കണം. എന്നിട്ട് പുരികങ്ങൾക്കിടയിലുള്ള ആജ്ഞാചക്രത്തിലേക്ക് ധ്യാനം എത്തിക്കണമെന്നാണ്. അപ്പോൾ പ്രശ്നം ഇതാണ്, നിങ്ങൾ ഹൃദയത്തെ ധ്യാനിക്കാൻ എന്തിനാണ് പറയുന്നത്? നമുക്കിടെ പ്രായമായ ആൾക്കാരും സദ്ഗുരുക്കളും ഇങ്ങനെ ഹൃദയത്തിലേക്ക് ധ്യാനം കൊണ്ടുവരാൻ എന്തിനാണ് പറയുന്നത്? ഇത് കാരണം ഒരു പുതിയ സാധകന് ഭ്രമം ഉണ്ടാകുന്നു, കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. കാരണം ഇതാണ്, പതഞ്ജലി മഹാരാജ് ഈ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ മുൻപ് ധ്യാനം ആൾക്ക് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിന് അദ്ദേഹം വളരെ അധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ബാലബ്രഹ്മചാരി ആയിരുന്ന വ്യക്തിക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബ്രഹ്മചര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. യമം, നിയമം, ബ്രഹ്മചര്യം എന്നിവ. ഈ ധ്യാനം ചെയ്യാൻ അധികാരം ആർക്കാണുള്ളത് എന്ന് ഭഗവാൻ കൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളുടെ ഗൃഹസ്ഥവും ബ്രഹ്മചര്യവും ധാരാളം ഉയർന്നതാകുന്നു. ഒരു ബ്രഹ്മചാരിക്കാണ് ഈ ധ്യാനം പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും പുസ്തകങ്ങൾ നോക്കി അതിൽ പറഞ്ഞിരിക്കുന്ന ധ്യാനം നമ്മൾ ചെയ്യാൻ തുടങ്ങും. പക്ഷേ അതിൻ്റെ പ്രാരംഭിക ആവശ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയില്ല. അതിനുശേഷം വലിയ വലിയ ബുദ്ധിമുട്ടുകളിൽ ചെന്നുപെടും. അങ്ങനെ ധാരാളം കേസുകൾ മുന്നിൽ വന്നിട്ടുണ്ട്. പുസ്തകം വായിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും സന്യാസിയുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ട് അത് ചെയ്യാൻ തുടങ്ങും.
എന്നിട്ട് വലിയ ബുദ്ധിമുട്ടിലാവും. ഇത് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഒന്ന് ചെയ്തു നോക്കൂ. സിദ്ധാസനത്തിൽ ഇരുന്ന് നാസികയുടെ അഗ്രഭാഗത്തേക്ക് നോക്കൂ. എന്നിട്ട് പുരികത്തിൻ്റെ ഇടയ്ക്കുള്ള ചക്രത്തിലേക്ക് ധ്യാനം കൊണ്ടുവരൂ. നിങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണികളുടെ ദിശ മേൽപോട്ട് പോകും. എന്നിട്ട് തലയിലെ ഞരമ്പുകളിലും നാഡികളിലും സമ്മർദ്ദം അനുഭവപ്പെടും. ബ്രഹ്മചാരികളുടെ നാഡികൾക്ക് ഇത് സഹിക്കാൻ പറ്റും. പക്ഷേ അതല്ലാത്തവരുടെ നാഡികൾക്ക് ഈ സമ്മർദ്ദം ഈ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ളവർ ഇത് ചെയ്യാൻ നോക്കിയാൽ അവർക്ക് പേശി രോഗം അഥവാ നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടായേക്കാം. ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത ദിശ ആയേക്കാം ചിലർക്ക്. നമ്മൾ ബ്രഹ്മചാരികൾ അല്ല, ഗൃഹസ്ഥരാണ്. അതുകൊണ്ട് നമുക്ക് ഗൃഹസ്ഥരുടെ വഴിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ സദ്ഗുരുക്കൾ നമുക്ക് ഹൃദയത്തിൽ നിന്ന് ധ്യാനം ചെയ്യാനുള്ള വഴി പറഞ്ഞു തന്നിരിക്കുന്നത്. ഹൃദയചക്രത്തിൽ ധ്യാനിച്ചാൽ പ്രത്യേക ലാഭമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിൽ രക്തപ്രവാഹം ഉണ്ടാകുന്നത്. അത് ഹൃദയത്തിൻ്റെ പമ്പിംഗ് സ്റ്റേഷനാണ്. അപ്പോൾ ഹൃദയത്തിന് രാമനാമത്തിൻ്റെ നിറം വന്നാൽ ഹൃദയത്തിൽ കൂടി പോകുന്ന രക്തത്തിനും പരമാത്മാവിൻ്റെ നാമത്തിൻ്റെ നിറം വരും. ശരീരത്തിൻ്റെ എല്ലാ ധമനികൾക്കും പരമാത്മാവിൻ്റെ നാമത്തിൻ്റെ നിറം വരും. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പരമാത്മാവിൻ്റെ നാമം വരാൻ തുടങ്ങും. ഇതാണ് ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഹൃദയം ഭാവനകളുടെ കേന്ദ്രമാണ്. നല്ലതും ചീത്തയുമായ എല്ലാ ഭാവനയും ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഹൃദയത്തിന് രാമനാമത്തിൻ്റെ നിറം വന്നാൽ അതുകൊണ്ട് നല്ലതും ഉയർന്നതുമായ ഭാവനകൾ ഉത്ഭവിക്കും. പരോപകാരം, വിശ്വപ്രേമം, ഇങ്ങനെ ഉയർന്ന ഭാവനകൾ ഉത്ഭവിക്കും. പിന്നെ ഈ ലോകത്തിന് അത്യാവശ്യം ഉള്ള ധാരാളം നല്ല ഗുണങ്ങൾ ജനിക്കും. പിന്നെ ഇത് ആധ്യാത്മിക മാർഗമാണ്. മൂന്നാമത്തെ കാര്യം, ആത്മാവിൻ്റെ സ്ഥാനം നമ്മുടെ ഗൃഹത്തിലാണ്, ഹൃദയത്തിൻ്റെ ഏറ്റവും ഉള്ളിലാണ്. അതുകൊണ്ട് എവിടെ നിന്ന് തുടങ്ങിയാലും ഹൃദയചക്രം ജാഗ്രതമാകാതെ പരമാത്മാവിനെ കിട്ടുകയില്ല. പ്രഭുവിൻ്റെ ഓർമ്മ ഹൃദയത്തിൽ വരാത്തിടത്തോളം കാലം നമ്മൾക്ക് പരമാത്മാവിനെ കിട്ടുകയില്ല. ഹൃദയത്തിൽ നിന്ന് പരമാത്മാവിനെ ശരിയായി ഓർക്കുമ്പോഴാണ് പരമാത്മാവിനെ കിട്ടുക. അത് കാരണമാണ് ഈ മഹാത്മാക്കൾ ഹൃദയത്തിൽ നിന്ന് ധ്യാനം ചെയ്യാൻ പറയുന്നത്. നാലാമത്തെ കാര്യം, നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ധ്യാനം ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദമയമായ അവസ്ഥ ഉണ്ടാക്കുന്നു. അതുമാത്രമല്ല, നിങ്ങളുടെ ദൃഷ്ടി താഴേക്കാവുന്നു. മസ്തിഷ്കത്തിൽ ഒരു ഭാരവും ഉണ്ടാവുകയില്ല. ഒരു പിരിമുറുക്കവും ഉണ്ടാവുകയില്ല. നോ പ്രഷർ, നോ സ്ട്രെയിൻ. നിങ്ങൾ പൂജയ്ക്ക് ഇരിക്കുമ്പോൾ ആനന്ദമയമായ അവസ്ഥ ഉണ്ടാക്കൂ. എന്നിട്ട്, ഹേ പ്രഭു, അങ്ങയുടെ ചരണങ്ങളിൽ വിശ്രമമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ധ്യാനമല്ല എന്ന് പരമാത്മാവിനോട് പ്രാർത്ഥിക്കൂ. ശരിയായ വിശ്രമം ധ്യാനം തന്നെയാണ്. ഇങ്ങനെയുള്ള സുന്ദരമായ വിചാരത്തോടു കൂടി പൂജ ആരംഭിക്കൂ. അപ്പോൾ ആനന്ദം മാത്രമേ ഉണ്ടാവൂ. ഒരു വിശേഷ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രാണന് ചിത്തത്തിൻ്റെ ഏകാഗ്രതയുമായി വലിയ സംബന്ധമുണ്ട്. ചിത്തത്തിൻ്റെ ഏകാഗ്രത കൂടുന്തോറും നമ്മുടെ പ്രാണൻ്റെ ഗതി മേൽപോട്ട് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ മേൽപോട്ട് ഉയരും. ലോകത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ചിന്തിക്കുന്നുവോ, സ്ത്രീയെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും ചിന്തിക്കുന്നുവോ, അത്രത്തോളം നമ്മുടെ പ്രാണൻ്റെ ശ്രദ്ധ കീഴ്ഭാഗങ്ങളിൽ ഒതുങ്ങി നിൽക്കും. നമ്മൾ എത്രത്തോളം ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ, അത്രത്തോളം നമ്മുടെ പ്രാണൻ മുകളിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ധ്യാനം ഹൃദയത്തിലാണെങ്കിലും അതിൻ്റെ ഹമ്മിങ് നമ്മുടെ പുരികത്തിൻ്റെ ഇടയിൽ കൂടി ആവുന്ന ഒരു ദിവസം വരും. നമ്മുടെ പിൻഗാമികളായ സദ്ഗുരുക്കളുടെ കൃപ കൊണ്ട് ഈ അവസ്ഥ നമ്മുടെ സത്സംഗത്തിൽ ധാരാളം പേർക്ക് കിട്ടാറുണ്ട്. കുറച്ച് അഭ്യാസത്തിന് ശേഷം പുരികങ്ങൾക്കിടയിലും പ്രകമ്പനം തോന്നും. ഇത് യാന്ത്രികമായി ഓട്ടോമാറ്റിക്കായി ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ ഹൃദയത്തിൽ നിന്നും തുടങ്ങിയിട്ട് ഇതേ ധ്യാനം ആജ്ഞാചക്രത്തിൽ ചെയ്യൂ. ഇനി അപകടമൊന്നുമില്ല. ആജ്ഞാചക്രം തുറന്നു കഴിഞ്ഞാൽ അവിടേക്ക് ധ്യാനിക്കൂ. ഇപ്പോൾ നമ്മൾ തുടക്കം ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്നു. പക്ഷേ മെല്ലെ മെല്ലെ വളരെ എളുപ്പത്തിൽ നമ്മൾ ആജ്ഞാചക്രത്തിൽ എത്തുന്നു. 1-2 വർഷം സത്സംഗത്തിൽ പോയാൽ, സത്സംഗിൻ്റെ പരിപാടിയിൽ ഭാഗം എടുത്താൽ
സത്സംഗിൻ്റെ അന്നദാനങ്ങളിൽ വിഭാഗം എടുത്താൽ വളരെ പെട്ടെന്ന് അവരുടെ ആജ്ഞാചക്രത്തിൽ സ്പന്ദനം ഉണ്ടാകുന്ന അവസ്ഥ സാധകന് കൈവരും. പലവർക്കും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങും. ഓഫീസിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആജ്ഞാചക്രത്തിൽ സ്പന്ദനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി അപകടമൊന്നുമില്ല. ഇത് കാരണമാണ് സദ്ഗുരുക്കൾ ധ്യാനം ഹൃദയത്തിൽ നിന്ന് ചെയ്യാൻ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ വളരെ എളുപ്പത്തിൽ കാര്യം നടക്കും. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഗൃഹസ്ഥ ജീവിതത്തിൽ അത്യാവശ്യമുള്ള സുന്ദരമായ ഗുണങ്ങൾ ജനിക്കും. പരമാത്മാവ് നീ തന്നെയാണ് നിന്റെ ഇച്ഛപ്പെട്ട. जय सद्गुरुदेव जय पद शरणं श्री यक्षरू ध्यान योग के कार्यक्रम आनंद योग से निशुल्क जुड़ने के लिए संपर्क करें 9810239677।